വയനാട്ടിൽ ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച് കേരളം. ഓരോ നിമിഷത്തിലും ദുരന്തത്തിന്റെ വ്യാപ്തി കൂടി വരികയാണ്. കാണാതായ ഉറ്റവർക്കായുള്ള തെരച്ചിലിലാണ് ബന്ധുക്കൾ. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ആഴം ഇന്ന് മുണ്ടക്കൈയിലെത്തിയപ്പോഴാണ് രക്ഷാപ്രവർത്തകർ തന്നെ മനസ്സിലാക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ രാത്രി താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഇന്ന് അതിരാവിലെ തന്നെ പുനരാരംഭിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനായി ബെയ്ലി പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്രദേശത്ത് വളർത്തുമൃഗങ്ങൾ മാത്രമാണ് ബാക്കിയായത്. പഞ്ചായത്ത് രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകൾ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരുന്നു. ഇതിൽ 30 വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതു മുതൽ തകർന്ന വീടുകളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത്. കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലുള്ള മൃതദേഹം പുറത്തെടുക്കുക തന്നെ പ്രയാസമാണ്. അതിതീവ്ര മഴ ഇന്നും തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തകർ കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. അതേസമയം തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ചടങ്ങുകളും പ്രദേശത്ത് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് സംഭവസ്ഥലത്തെത്തും. ചാലിയാറിൽ നിന്ന് ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ 98 പേർ മാത്രമാണ് സർക്കാരിന്റെ കണക്കുകളിലുള്ളത്. 4 സംഘങ്ങളിലായി 150 സൈനികരാണ് ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങളെയും വ്യക്തികളെയും പുനരധിവസിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗ് പങ്കാളിത്തം വഹിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മേപ്പാടിയിൽ മുസ്ലിം ലീഗിന്റെ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം വിവിധ പുനരധിവാസ പദ്ധതികൾക്കൊപ്പം മുസ്ലിം ലീഗും പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വയനാട്ടിലുണ്ടായത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യണമെന്ന നിർദ്ദേശമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർക്ക് മാത്രമാണ് താമരശ്ശേരി ചുരം വഴി യാത്ര അനുവദിക്കുക. മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു.